കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ഈ രാവിലെ സമയത്ത് ദൈവമുമ്പാകെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പകൽ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം ദൈവമുഖം കണ്ട് ആയിരിക്കട്ടെ. സ്തോത്രം. തലേദിവസത്തെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ നിമിത്തം കിടക്കയിലേക്ക് പോയപ്പോഴേ നന്നായി കിടന്നുറങ്ങി രാവിലെ ഉണരുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖം കണ്ട് ഉണരുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. അത് കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾക്കും അതിനകത്ത് ദൈവം പ്രതിഫലം നൽകുവാനിടയായിത്തീരും. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് പ്രയാസത്തിന് നടുവിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വചനത്തിൽ ആശ്രയിക്കണം. ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവം നിങ്ങളെ വിടുവിക്കും. ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ വിശ്വസിക്കുക. അസാധ്യമായ ഒരു കാര്യവും ദൈവത്തിനില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ ഇന്ന് രാവിലെ സമയത്ത് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. 19-ാം അധ്യായം 25-ാമത്തെ 26-ാമത്തെ വാക്യം, 25-ഉം 26-ഉം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ അത്യുഗ്രമായ കഷ്ടതയുടെ വേളയിലും ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനുണ്ടെന്നുള്ള ആ നല്ല ഉറപ്പ് തൻ്റെ ജീവിതത്തെ നയിക്കുകയാണ്. തനിക്കുണ്ടായ കഷ്ടത എന്ന് പറയുന്നത് ലോകത്തിൽ മനുഷ്യനായി പിറന്ന ആർക്കും ഇങ്ങനെയുള്ളൊരു കഷ്ടത ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിലെ ദുരിതപൂർണമായ കഷ്ടത തൻ്റെ ജീവിതം ആ നിലയിലേക്ക് മാറിയപ്പോൾ സ്തോത്രം താൻ പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. വേദനയുടെ നടുവിലെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ. ചെറിയ കാര്യമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു സഹോദരി തൻ്റെ കാല് പഴുത്ത് വ്രണം കൊണ്ട് നിറഞ്ഞിരിക്കുക. വേദന കാരണം തനിക്ക് സഹിപ്പാൻ കഴിയുന്നില്ല. അപ്പോൾ എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ഈ മുറിവിനകത്ത് പുഴുവുണ്ട്. ഈ പുഴു കിടന്നിങ്ങനെ ഞൊളയ്ക്കുമ്പോൾ ജീവൻ പോകുന്ന അറ്റുപോകുന്ന വേദനയാണ്, സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അത് അമ്മാമയ്ക്ക് തോന്നുന്നതാണ്, പുഴു ഉണ്ടെന്ന് തോന്നുന്നതാണ് എന്ന് പറഞ്ഞു. ഉടനെ, അല്ല പാസ്റ്ററെ, ഇതിനകത്ത് പുഴുവുണ്ട്, ഞാനിപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞ് ഏതോ ഒരു മരുന്ന് ഈ മുറിവിനകത്തേക്ക് ഒഴിച്ചപ്പോൾ ഇതിനകത്ത് നിന്ന് പുഴു ഇറങ്ങി വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഈ പുഴു ഇതിനകത്തിരുന്ന് നുളയ്ക്കുമ്പോഴും, പച്ച മാംസത്തിനകത്തിരുന്ന് പുഴു നുളയ്ക്കുമ്പോഴും കർത്താവേ സ്തോത്രം 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 എന്ന് പറയുന്ന ആ മാതാവിനെ ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൻ്റെ വേദനയുടെ ആഴങ്ങളിൽ താൻ കിടക്കുമ്പോഴും പ്രത്യാശയോടെ വിശ്വാസത്തോടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ പറയുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല കേട്ടോ. അത് അസാധാരണമായ വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. നോക്കുക,
ഈ അത്യുഗ്രമായ വേദനയുടെ നടുവിൽ തൻ്റെ അകത്തളങ്ങളിൽ കത്തുന്ന പ്രത്യാശ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ ഭാര്യയോട് പറഞ്ഞത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കാതെ. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടവനായി ശരീരവും കൂടെ തകർന്നു പോകുന്ന തലത്തിലേക്ക് മാറിയപ്പോൾ ഇയ്യോബിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ വേദന തിന്നുന്നൊന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഈ ദൈവത്തെ സേവിച്ചിട്ട് ഇതായിപ്പോയല്ലോ അനുഭവം. അതുകൊണ്ട് ഈ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് മരിക്കുക. സ്തോത്രം. അവളെ അയ്യോ പറഞ്ഞത്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം. സ്തോത്രം. പൈശാചികമായ ശക്തികൾക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ കൈപ്പണിയായ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്നുള്ളതിൻ്റെ ഉറപ്പ് നൽകുന്നത് ഇയ്യോബിൽ കൂടിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിനെ പൈശാചികമായ ശക്തികൾക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള വ്യക്തമായ ആ ബോധ്യത നമുക്ക് നൽകപ്പെടുന്നത് ഇയ്യോബിൽ കൂടെയാണ്. സ്തോത്രം. തൻ്റെ വിശ്വാസത്തിൻ്റെ ആ തിളക്കം, അതിൻ്റെ മാറ്റ് വർദ്ധിക്കുക. സ്തോത്രം. പൊന്നു തീക്കകത്തേക്ക് ഇട്ട് അത് തട്ടാൻ പുറത്തെടുക്കുമ്പോൾ ആ പൊന്നിനകത്തെ കീടം മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് തട്ടാൻ ഒരു നല്ല ഉരുപ്പിടി കിട്ടുവാനിടയായിത്തീരും. അഴുക്കെല്ലാം മാറിപ്പോയ ഒരു ഉരുപ്പിടി. യോബിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പരമോന്നതമായ ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട്, പ്രത്യാശയെ നിലനിർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം, താൻ പറയുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ആരാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ? പ്രിയപ്പെട്ടവരെ, അന്ന് ഇതൊരു പ്രവചനാത്മാവിലുള്ള ഒരു സന്ദേശമാണ്. ആത്മീയ കാഴ്ചപ്പാടോടെ താൻ പറയുകയാണ്, ക്രിസ്തുയേശു ഈ ഭൂമിയിൽ പിറന്നു വീണിട്ടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മരണം സംഭവിച്ചിട്ടില്ലായിരുന്നു. യേശു പാപികൾക്ക് വേണ്ടി കാൽവറിയിൽ ഇയ്യോബിന്റെ കാലഘട്ടങ്ങളിൽ യാഗമായിട്ടില്ലായിരുന്നു. പക്ഷേ എന്താണ് താൻ ഇങ്ങനെ ഒരു വെളിപ്പാട് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന ആ വലിയ പ്രത്യാശയുടെ ദിനത്തെ ആത്മീകമായ കാഴ്ചപ്പാടോടുകൂടെ വിശ്വാസത്തിന്റെ ധാരയിൽ നിന്നുകൊണ്ട് താൻ പ്രഖ്യാപനം നടത്തുകയാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിനു സ്തോത്രം. എന്നെ വീണ്ടെടുക്കുന്ന ഒരുവനുണ്ട്. പഴയ നിയമ ഭക്തനായ ഇയ്യോബിന് ഒരു വീണ്ടെടുപ്പുകാരൻ്റെ ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഏദനിൽ ആദം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ മാനവവർഗത്തിനു വേണ്ടി യഹോവയായ ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവിക പദ്ധതിയാണ് ക്രിസ്തുയേശുവിൽ കൂടെയുള്ള രക്ഷണ്യ പദ്ധതി. ദൈവത്തിനു സ്തോത്രം. ആ രക്ഷണ്യ പദ്ധതിയെ ഇയ്യോബ് ആത്മാവിൽ കാണുകയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ത് ചെയ്യാണ്? ജീവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമ്മളത് തിരിച്ചറിയേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. ദൈവത്തിന് സങ്കീർത്തനക്കാരൻ പറയുന്നത് 49-ാം അധ്യായം 15-ാമത്തെ വാക്യം, എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. എൻ്റെ പ്രാണനെ എന്ത് ചെയ്യാണ്? ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്. സ്തോത്രം. വീണ്ടെടുപ്പ് ചെറുതല്ല. വീണ്ടെടുപ്പിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതുണ്ട്. ദൈവത്തിനു സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ദൈവം നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. 103-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അങ്ങനെ നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യാണ്? ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്നാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇയ്യോബ്
ആമേൻ തൻ്റെ ആത്മീയ കാഴ്ചപ്പാടിൽ, ആത്മീയ വെളിപ്പാടിൽ താൻ പ്രഖ്യാപനം നടത്തുകയാ. എന്താണ്? ദൈവത്തിന് സ്തോത്രം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു കേട്ടോ. പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം കഴിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആമേൻ അവൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു കേട്ടോ. ആമേൻ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ടുള്ള ആമേൻ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തേണ്ടതിനു വേണ്ടി ആമേൻ പിതാവിന്റെ മുഖത്ത് നോക്കിയിരിക്കുകയാ. പിതാവ് ആജ്ഞാപിക്കണം, പോകുക, ആമേൻ നിന്റെ മണവാട്ടിയെ സഭയെ ചേർത്തുകൊള്ളുക എന്നുള്ള ആജ്ഞാ ശബ്ദത്തിനു വേണ്ടി കാതോർത്തിരിക്കുകയാണ്. കണ്ണിമ വെട്ടാതെ ആമേൻ പിതാവിന്റെ മുഖത്ത് നോക്കി പുത്രനായ ക്രിസ്തു ഇരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാവോ? നിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി, വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി. പാപത്തിൽ നിന്ന് ആമേൻ നിന്നെ വീണ്ടെടുത്തു യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ നിനക്കുള്ള വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് നിന്റെ ആമേൻ ശരീരത്തെ, ആമേൻ ഈ മണ്ണിനായി ഏൽപ്പിക്കപ്പെട്ട ശരീരത്തെ പുനരുത്ഥാന ശരീരമാക്കി വീണ്ടെടുക്കുന്ന ആ മകൾ ദിനം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. എന്ന് പറഞ്ഞാൽ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ആമേൻ ഇവിടെ മറയപ്പെട്ടാലും ആമേൻ ഞാൻ ദേഹരഹിതനായി എൻ്റെ ദൈവത്തെ കാണുമെന്നു ആമേൻ ഉറപ്പ് നൽകുകയാണ്. ഈ പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ ആ ആഴങ്ങളിൽ അതിൻ്റെ വളർച്ച ഉണ്ടാകട്ടെ. സ്തോത്രം. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിരാശയുടെ മുഖം പേറിയവരായി തകർന്നവരായി കഴിയുന്നെങ്കിൽ ആമേൻ ഇയ്യോബിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം ഇതാണ്. ആമേൻ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുത്ത കാൽവറിയോളും ആമേൻ കാൽവറിയിലെ ക്രൂശ് മരണത്തോളും തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നവനാണ്. ആ ക്രിസ്തുവേശുവിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യണം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അനേക ആമേൻ പ്രിയപ്പെട്ടവരുടെ ആമേൻ ജീവിതത്തിൽ ഈ ഒരു ആഴമേറിയ വിശ്വാസം വളരുവാൻ, പ്രത്യാശ ഉളവാകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് ഓരോ ഹൃദയങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.